അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ ആദരിക്കുക, അവിടുത്തെ ബഹുമാനിക്കുക, അവിടുത്തോട് നമ്മുടെ സ്നേഹം, ഇഷ്ടം, ഇഷ്ക് പ്രകടിപ്പിക്കുക. ചരിത്രത്തിൽ എത്ര മനോഹരമായാണ് തിരു സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അതിനു ശേഷം ലോകത്ത് ജീവിച്ച സച്ചരിതരായ താബിഉകളും തബഉ താബിഉകളും അടക്കം പൂർവ്വസൂരികളായ മഹാന്മാർ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിരറ്റ സ്നേഹം, മഹബത്ത് പ്രകടിപ്പിച്ചത്. ചരിത്രത്തിൽ അനേകമങ്ങനെ നീണ്ട് പ്രവിശാലമായി കിടക്കുന്നുണ്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ വിശാലമായ മാതൃകകൾ. അനന്യ സാധാരണമായ അത്ഭുതാവഹമായ ആ മാതൃകകൾ നമ്മുടെ ജീവിതത്തിലും പകർത്തിവെക്കുക എന്നത് ഏറ്റവും പ്രാധാന്യമേറിയതാണ്. വിശുദ്ധ ഖുർആൻ, തിരു ഹദീസുകൾ, പ്രമാണങ്ങളിലെല്ലാം അവിടുത്തോട് നമ്മുടെ ശരീരത്തേക്കാൾ കൂടുതൽ ഏറെ ഇഷ്ടം വെക്കണമെന്നും ലോകത്തുള്ള മറ്റെല്ലാത്തിനേക്കാളും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മുടെ അനുരാഗം പ്രകടിപ്പിക്കണമെന്നും അവിടുത്തോട് പരിധിയില്ലാത്ത സ്നേഹത്തിൻ്റെ മാതൃകകൾ തീർക്കണമെന്നും ആഹ്വാനം ചെയ്യുന്നത് കാണാം. ആ സ്നേഹത്തെ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്തവരാണ്, ആ സ്നേഹത്തെ തങ്ങളുടെ ജീവിതത്തിൽ മാതൃകകളാക്കിയവരാണ് തിരു സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. അവിടുത്തെ കാണാതെ, അവിടുത്തോടൊപ്പം ഇരിക്കാൻ സാധിക്കാതെ അവിടുത്തെ ഒപ്പം ചിലവഴിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ നിമിഷങ്ങളെന്ന് അവർ തിരിച്ചറിയുകയും അതിനുവേണ്ടി അവർ സമയം കണ്ടെത്തുകയും ചെയ്തു. തിരു സ്വഹാബത്തിന് വേറെ എവിടെ പോയാലും ഒരു തരത്തിലുള്ള സന്തോഷവും ലഭിക്കുകയില്ല. എത്രയും വേഗം തിരുസവിധത്തിലേക്ക് മടങ്ങിയെത്തണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കണം. അവിടുത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, അവിടുത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കണം. അവർ അത് ഏറെ ആഗ്രഹിക്കുകയും കൊതിക്കുകയും അഭിലഷിക്കുകയും അതിനുവേണ്ടി നിതാന്തമായ ജാഗ്രത പുലർത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് അവിടുത്തെ അസാന്നിധ്യം അവരെ അത്രമേൽ നൊമ്പരപ്പെടുത്തിയത്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തറിയുമ്പോഴാണ്, അവിടുത്തെ വായിക്കുമ്പോഴാണ്, അവിടുത്തെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ സ്നേഹത്തിനും മാറ്റുകൂടുന്നത്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അടുത്തറിയാൻ, അവിടുത്തെ ചരിത്രങ്ങൾ പഠിക്കാൻ, ആ ചരിത്രത്തിലൂടെ നമുക്കും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദമ്യമായ അനുരാഗം പ്രകടിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ സ്നേഹത്തിലായി അഭിരമിച്ച് ഇഷ്ഖിലായി ജീവിച്ചു മരിച്ച് അവിടുത്തെ ഷഫാഅത്തും അവിടുത്തെ സാമീപ്യവും അവിടുത്തെ ലിഖാഉം അവിടുത്തെ ഹുളൂരിയത്തും മദദും നസ്റും ജീവിതത്തിലും ഖബറിലും മഅ്ശറിലുമൊക്കെ അള്ളാഹു നമുക്കും പ്രിയപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.